പഴയ വൈരാഗ്യം ഇപ്പോഴും അവൻ മനസ്സിൽ കൊണ്ടു നടക്കാണല്ലേ? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. പക്ഷേ ഇപ്പൊ അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ എന്നെ അപമാനിക്കുന്നു. അന്ന് സ്കൂളിൽ വെച്ച്, ഇന്ന് പബ്ലിക് റോഡിൽ വെച്ചിട്ട് അവൻ എന്നെ തല്ലാൻ കൈപൊക്കി. അവൻ അത്രയ്ക്ക് ധൈര്യമോ? മുകളിൽ ആകാശവും താഴെ ഭൂമിന്ന് മട്ടിൽ നടക്കുന്നവനല്ലേ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും അത്ര ചെറുതല്ലല്ലോ മാഡം. അവരുടേതായിരുന്നതെല്ലാം ഇന്ന് മാഡത്തിന്റെ കയ്യിലല്ലേ? അതെന്റെ പ്രതികാരം. ആ കുടുംബം ഞാൻ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ആ കേസ് എനിക്ക് ഇന്നും ഒരു ഭീഷണി തന്നെയാ. പഴയ വക്കീല് മരിച്ച ശേഷം പണമില്ലാത്തോണ്ട് അവർക്ക് നല്ലൊരു വക്കീലിനെ വെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ എന്നെ വെല്ലുവിളിച്ചത് ഏതോ പുതിയ വക്കീലിനെ വെച്ച് കേസ് വാദിക്കാൻ പോകുന്ന. ഏത് വക്കീലിനെ വെച്ചാലെന്താ, നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാരെയും ഒന്നും വിലക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല. ഇവിടെ നമുക്കതല്ല വേണ്ടത്. ഇനി ഇവിടെ ആ കേസ് കുത്തിപ്പൊക്കാൻ ഒരുത്തനും ഉണ്ടാവരുത്. മാഡം ഉദ്ദേശിക്കുന്നത്? അവനെ അങ്ങ് തീർത്ത് കളയണം, ആ സച്ചിയെ. ഇനി എന്റെ നേരെ വിരൽ ചൂണ്ടാനും വെല്ലുവിളിക്കാനും അവൻ വേണ്ട. അത് വളരെ ഈസി അല്ലേ? ഒരു ചെറിയ ആക്സിഡന്റ്, അത് മതി. ആരും നമ്മളെ സംശയിക്കുകയില്ല. അമ്മേ, മൂർത്തിപ്പൊക്കോ, ബാക്കി പിന്നെ സംസാരിക്കാം. ശരി മാഡം, പോട്ടെ മോളെ. എന്നാ പോവാം. വാ വാ.